മിർച്ചി, ശ്രീമന്തുടു, ജനതാ ഗാരേജ്, ഭരതാനു എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പടങ്ങൾ ചെയ്ത കൊർത്തല ശിവ ഡയറക്ട് ചെയ്ത് എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ജൂനിയർ NTR അഭിനയിച്ച ദേവര. ട്രെയിലറിലൊക്കെ കണ്ട പോലെ അച്ഛൻ മകൻ ക്യാരക്ടർ ആയിട്ടാണ് വരുന്നത്. ദേവര എന്ന് പറയുന്ന ക്യാരക്ടറിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പോരത്തേന് വരാന്ന് പറയുന്ന ക്യാരക്ടറിനെയും എനിക്ക് വലിയൊരു പിടുത്തം ഉണ്ടായില്ലെങ്കിലും അവസാനമായപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഇതിന്റെ ആക്ഷൻ സീക്വൻസ് വേറെ ലെവലായിരുന്നു. പോരാത്തതിന് സ്വാഭാവികമായിട്ടും തെലുങ്കിൽ ഇപ്പോൾ നല്ല നല്ല ആക്ഷൻ സീക്വൻസ് ആണ് വരുന്നത്. ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ ആ VFX സംഭവമൊക്കെ ഇത്തിരി ഊളയാവുന്നതാണ് വിചാരിച്ചത്. പക്ഷെ നല്ല VFX ആയിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു കടലിലത്തെ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട് VFXൽ. കുറേയൊക്കെ സെറ്റാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അങ്ങോട്ട് വലിയ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ പോകില്ല. കാരണം ഒരു ബ്ലഡി ആക്ഷൻ സീക്വൻസ് അടക്കമായിരിക്കും എപ്പോഴൊക്കെ. പിന്നെ ആ ട്രെയിലറിൽ കാണുന്ന ആ സ്രാവിനെ വെച്ചുള്ളൊരു പരിപാടി ഉണ്ട്. അതെനിക്ക് വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല. ഞാനൊരു തെലുങ്ക് മാസ് കൊമേഴ്ഷ്യൽ പടം കാണാൻ വന്നിരിക്കുകയാണെന്നുള്ളൊരു മൈൻഡിലാണ് പോയത്. അതുകൊണ്ട് എനിക്ക് അത്ര ഓവറായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഓഫ്കോഴ്സ് ഫസ്റ്റ് ഹാഫ് എനിക്ക് നല്ല സോളിഡ് ആയിട്ടുള്ള കിടിലൻ നീറ്റായിട്ട് ചെയ്ത പോലെ തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ആവശ്യമില്ലാത്ത കുറേ സംഭവങ്ങൾ കുത്തിക്കയറ്റി ഒരു സോങ് ഒക്കെ വെച്ച് ഒരാവശ്യമില്ലായിരുന്നു. ചുട്ടുമല എന്ന് പറയുന്ന ആ പാട്ടിൻ്റെ ഒരാവശ്യമില്ലായിരുന്നു. ജാൻവി കപൂറിൻ്റെ ഒരു ലവ് ട്രാക്ക് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വന്നപ്പോൾ പടം ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്ലോ ആവണ പോലെ എനിക്ക് തോന്നി. പിന്നെ അനിരുദ്ധിൻ്റെ BGMs എൻ്റെ പൊന്നു മോനെ ലെവലെന്ന് വെച്ചാൽ വേറെ ലെവൽ. ഒരു സാധാരണ പടത്തിന് എങ്ങനെ മ്യൂസിക് വെച്ച് ലിഫ്റ്റ് ചെയ്യാമെന്ന് ഇങ്ങേര് കാണിച്ചു തരും നമുക്ക്. നല്ല കൊമേഴ്ഷ്യൽ എൻ്റർടൈനറാണ്. പോരാത്തതിന് എനിക്ക് ജൂനിയർ NTRനെ സ്ക്രീനിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പോയി കണ്ടതാണ്. പിന്നെ അറിയാലോ പാർട്ട് 2 വരാൻ പോകുന്നുണ്ട്. എനിക്ക് വലിയൊരു എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞ ഒരു നീറ്റായിട്ടുള്ള ഒരു ആവറേജ് പടം. വലിയ സംഭവമൊന്നും അല്ല. ചുമ്മാ നമുക്ക് സമയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചുമ്മാ സമയം കളയാനൊക്കെ വേണ്ടി പോയിരുന്ന് കാണാൻ പറ്റുന്നൊരു പടം. പിന്നെ ഓഫ്കോഴ്സ് കൊർത്തല ശിവയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ വളരെ മോശമാണ്. ചിരഞ്ജീവിയുടെ ആചാര്യ എന്ന് പറയുന്ന ഒരു പടം ചെയ്ത് പുള്ളി സ്വന്തം വീടും കാറും വരെ വിറ്റു. അത്രയും അത്തപ്പതിച്ചു പോയി കിടക്കുകയാണ്. ഈ പടം ഹിറ്റാവണമെന്ന് എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഓഡിയൻസിൻ്റെ കയ്യിലാണ് തീരുമാനം.